ലൈംഗിക പീഡന പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎയെ കണ്ടെത്താനാകാതെ പോലീസ്. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതുവരെ ഒളിവിൽ തുടരാനുള്ള നീക്കമാണ് രാഹുൽ നടത്തുന്നതെന്നാണ് വിവരം. ഇരയുടെ ചിത്രങ്ങളടക്കം വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പരാതിക്കാരിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നിർദ്ദേശം നൽകിയ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം അശാസ്ത്രീയ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതി ചികിത്സ തേടിയ തലസ്ഥാനത്തെ പ്രമുഖ ഡോക്ടറുടെ മൊഴിയും അന്വേഷണ സംഘം ഉടൻ രേഖപ്പെടുത്തും. 400 ദിവസത്തിലധികമായി മുനമ്പം നിവാസികൾ നടത്തിവന്ന നിരാഹാര സമരം ഇന്ന് അവസാനിക്കുകയാണ്. ഹൈക്കോടതി ഉത്തരവിന്റെ സാഹചര്യത്തിൽ ഭൂനികുതി അടയ്ക്കാൻ താൽക്കാലികമായെങ്കിലും കഴിഞ്ഞ സാഹചര്യത്തിലാണ് സമരം അവസാനിപ്പിക്കാൻ ഭൂസംരക്ഷണ സമിതി തീരുമാനിച്ചത്. അതേസമയം സമരം അവസാനിപ്പിക്കാനുള്ള സമരസമിതി തീരുമാനത്തിനെതിരെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഒഴിവാക്കണമെന്നും ഇതിനായി ഇന്നു മുതൽ പുതിയ സമരപ്പന്തൽ കെട്ടി സമരം തുടങ്ങുമെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശാണ് ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. മുനമ്പത്തെ സമരം അവസാനിപ്പിക്കുന്നു എന്നുള്ള ആശ്വാസ വാർത്ത അതാണ് ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. ഒപ്പം തന്നെ അവിടെ ഇനി ഞങ്ങൾ അവസാനിപ്പിക്കാനില്ല സമരം, മറ്റൊരു പന്തൽ കെട്ടി പുതിയ ആവശ്യവുമായി മുന്നോട്ട് പോകുന്നു ഒരു വിഭാഗം. അശ്വതി, 400 ദിവസത്തിലധികമായി മുനമ്പൻ നിവാസികൾ ഈ സമരം തുടങ്ങിയിട്ട് ഇതിനിടയിൽ തന്നെ ഹൈക്കോടതിയുടെ കരമടയ്ക്കാനുള്ള ഉത്തരവ് വരികയും അതിന്റെ അടിസ്ഥാനത്തിൽ 250ഓളം വരുന്ന മുനമ്പം സ്വദേശികൾ കുഴിപ്പള്ളിയിലും പള്ളിപ്പുറം വില്ലേജുകളിലുമായിട്ടൊക്കെ കരമടയ്ക്കുകയും ചെയ്തു. ഒപ്പം മന്ത്രി പി രാജീവ് ഒരു ഉറപ്പ് നൽകി ഈ ഭൂമിയുടെ പോക്കുവരവ് ചെയ്യുന്നതിന് വേണ്ടി കുഴിപ്പള്ളി വില്ലേജിൽ പ്രത്യേക ഒരു ഹെൽപ്പ് ഡെസ്ക് തുറക്കാമെന്നും ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിക്കുകയും ചെയ്തത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മന്ത്രി പി രാജീവും കെ രാജനും അവിടെ എത്തും. അതോടൊപ്പം തന്നെ വൈപ്പിൻ MLA കെ എൻ ഉണ്ണികൃഷ്ണനും അവിടെ എത്തുകയും രാജീവ് നാരങ്ങ വെള്ളം നൽകി ഇവരുടെ നിരാഹാര സമരം അവസാനിപ്പിക്കുകയും ചെയ്യും. പക്ഷേ അതിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ഈ സമരം അവസാനിപ്പിക്കുന്നതിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ വാദം ഇപ്രകാരമാണ്: ഈ വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്നും മുനമ്പത്തെ ഒഴിവാക്കണം. ഈ കരമടയ്ക്കുന്ന കാര്യം മാത്രമല്ല, ഈ വഖഫിന്റെ തന്നെ ആസ്തിയിൽ നിന്നും മുനമ്പം പ്രദേശം ഒഴിവാക്കണം. എങ്കിൽ മാത്രമേ ഈ സമരം അവസാനിപ്പിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇന്ന് സമരസമിതി സമരം അവസാനിപ്പിച്ചാലും മറ്റൊരു വിഭാഗം ആളുകൾ സമരം ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ആരംഭിക്കും. അതായത് മറ്റേ സമരം അവസാനിപ്പിക്കുമ്പോൾ തന്നെ ഒരു വിഭാഗം ആളുകൾ പുതിയ സമരം ആരംഭിക്കുമെന്നാണ് പറയുന്നത്. അത് BJP അനുകൂലികളാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ മുനമ്പത്ത് തന്നെ ആളുകൾ 2 തട്ടായി മാറുന്ന സാഹചര്യമാണ് ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട്. ഒപ്പം ഈ BJP അനുകൂലികൾ പറയുന്നത് സംസ്ഥാന സർക്കാർ വഞ്ചിച്ചിരിക്കുകയാണ്. ഈ കരമടയ്ക്കാനുള്ള ഉത്തരവ് മാത്രമല്ല, ഇതിന്റെ ഈ വഖഫ് ഭൂമി എന്ന പേര് അതും കൂടി മാറ്റണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കൂ എന്നാണ് BJP അനുകൂലികൾ പറയുന്നത്. എന്തായാലും മുനമ്പ നിവാസികൾ തന്നെ 2 തട്ടായി മാറി ഈ ഒരു വിഷയത്തെ നേരിടുന്ന അല്ലെങ്കിൽ സമരത്തെ നേരിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കടന്നു. എപ്പോഴാണ് മന്ത്രിമാർ അങ്ങോട്ടേക്ക് എത്തുന്നത്? അതേ സമയത്ത് തന്നെ ആകും മറ്റേ സമരത്തിനും തുടക്കമാവുക അല്ലെ? അതെ, ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് മന്ത്രി പി രാജീവും കെ രാജനും അതോടൊപ്പം തന്നെ വൈപ്പിൻ MLA ഉണ്ണികൃഷ്ണനും അവിടെ എത്തുന്നത്. മന്ത്രി പി രാജീവ് നാരങ്ങ വെള്ളം ഈ സമരം ഇരിക്കുന്നവർക്ക് നൽകിയായിരിക്കും ആ സമരം അവസാനിപ്പിക്കുക. ആ സമയത്ത് തന്നെ, അതായത് ഈ സമരം അവസാനിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും സമരം തുടങ്ങാനാണ് മറ്റൊരു വിഭാഗം ആളുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിശദവിവരങ്ങൾ നൽകിയത്. എന്തായാലും മുനമ്പത്ത് സമരം അവസാനിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴും മറ്റൊരു വിഭാഗം അവിടെ നിന്ന് മാറി ഞങ്ങൾ സമരം തുടരുകയാണ് മറ്റൊരു സമരപ്പന്തലിൽ എന്ന് പറയുന്നത്.